السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ബലിപെരുന്നാൾ ദിനത്തിൽ എല്ലാ വിശ്വാസികൾക്കും ആദ്യമായി ഊഷ്മളമായ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാളിൽ ദൃശ്യമാകുന്ന സന്തോഷവും സഹകരണവും സമാധാനവും നമുക്ക് എന്നെന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാൾ ഹജ്ജിന്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 ലക്ഷത്തോളം വിശ്വാസികൾ മക്കയിൽ ഒരുമിച്ചുകൂടി ഹജ്ജ് നിർവഹിക്കുന്ന സന്ദർഭമാണ്. പെരുന്നാളിനും ഹജ്ജിനും ഏറ്റവും അധികം ആവർത്തിച്ചുച്ചരിക്കേണ്ടത് തക്ബീറും തൽബിയത്തുമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ തക്ബീർ ധ്വനികൾ അല്ലാഹുവിന്റെ മഹത്വം, ഔന്നത്യം അത് വിളിച്ചോടുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അവനല്ലാതെ ഒരാരാധ്യനില്ല. എല്ലാ അനുഗ്രഹങ്ങളും അവന്റേതാണ്. ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളി കേട്ട് നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. നിന്നെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അധികാരവും നിന്റേതാണ്, നിന്നിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നിന്റെ വിളി കേട്ടില്ല ഞാൻ വന്നിരിക്കുന്നു എന്ന് ഹാജിമാർ ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ വിളിച്ചു പറയുന്നു. ഈ തൽബിയത്തിന്റെയും തക്ബീറിന്റെയും ആശയമാണ് മനുഷ്യ സമൂഹം നന്നായി ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്കിടയിൽ നിന്ന് ആരാണ് വലിയവൻ എന്ന മത്സരമാണ്. ഞാനോ വലിയവൻ, നീയോ? അത് ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ കാണാം, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ കാണാം, അയൽവാസികൾക്കുമിടയിൽ കാണാം, ലോക രാഷ്ട്രങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ കാണാം. ആരാണ് വലിയവൻ? ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ? തക്ബീർ ധ്വനികൾ നമ്മെ ബോധിപ്പിക്കുന്നത് നമ്മളാരും വലിയവരല്ല, നമ്മളാരും വലിയവരല്ല. വലിയവൻ പടച്ചവനാണ്, രക്ഷിതാവാണ്, ദൈവമാണ്, സൃഷ്ടാവാണ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഉന്നതനായ വലിയവനായ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഈ വലിപ്പത്തരം നയിക്കുന്നതിന് ഇടയിൽ ഇവിടെ നഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ മഹത്വമാണ്. മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുവാൻ ആളുകൾ തയ്യാറായാൽ എല്ലാം ശാന്തമാകും. ഈ ഭൂമുഖത്ത് ജനിച്ച
ജനിച്ചു വളരുന്ന ഓരോ മനുഷ്യനും മഹത്വമുണ്ട്. വലക്കത് കർറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറയും. ആരാണ് ആദമിന്റെ മക്കൾ? ആദമിന്റെ മക്കൾ ആദ്യ മനുഷ്യനായ ആദം. ബൈബിളിൽ ആദം എന്ന് പറയുന്ന, ഖുർആനിൽ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം. ആ ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. പെറ്റുപെരുകി മക്കളും പേരമക്കളുമായി ഇന്ന് കാണുന്ന 700 കോടി ജനങ്ങൾ ആദമിന്റെ മക്കളാണ്. മുമ്പ് മരിച്ചുപോയവരും ജനിക്കാനിരിക്കുന്നവരും ആദമിന്റെ മക്കളാണ്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്തവരും എല്ലാവരും ആദമിന്റെ മക്കളാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്നാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആദമിന്റെ മക്കളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദമിന്റെ മക്കളെ ആദരിക്കാൻ നമുക്കും ബാധ്യതയുണ്ട്. അല്ലാഹുവിനേക്കാൾ വലിയ ഒരു താല്പര്യം വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ നമുക്ക് ആവശ്യമില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും അവകാശങ്ങൾ നൽകുക, എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകുക, എല്ലാവർക്കും സമാധാനം നൽകുക. സമാധാനവും ശാന്തിയും ഒരു സ്വപ്നമായി തീർന്നിരിക്കുന്നു ലോകത്ത്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ ആദരിക്കണം എന്ന് പഠിച്ച് മനസ്സിലാക്കിയ വിശ്വാസികൾ എന്ന നിലയ്ക്കും നമുക്ക് പ്രത്യേകം ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം എന്താ? ഇതൊക്കെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം. ഏറ്റവും പ്രഥമവും പ്രധാനവുമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തോട് ഉച്ചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അഗ്നിപരീക്ഷണങ്ങളും അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നേരിടേണ്ടി വന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ പിതാവാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ആദരിക്കുന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ഖുർആൻ പറയുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അബ്രഹാം പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ പിതാവായ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഉലകത്തിൽപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം ജനങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ആരാധ്യമില്ല എന്നതാണ്. അത് പറഞ്ഞ കാലഘട്ടത്തിൽ കൂടി നാം പരിശോധിക്കണം. മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഇടയാളന്മാരെ സ്ഥാപിച്ച ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തുള്ള ഏത് സൃഷ്ടിയെയും എടുത്തുവച്ച് അതിനോട് ആരാധന നടത്തുന്ന ആളുകൾ, കലഹങ്ങളും കുഴപ്പങ്ങളുമായി ജീവിക്കുന്നവർ, അവരോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചത്. അതാണ് നമുക്കും പ്രഖ്യാപിക്കാനുള്ളത്. ഭാഗ്യവും വിഭാഗത്തിലും നമസ്കാരത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ആവർത്തിക്കുന്ന കലിമയുടെ ആശയവും അത് തന്നെയാണ്. ഇന്ന് ലോകത്തെല്ലാ വിഭാഗം ജനങ്ങളിലും ആത്മീയ വായ്പകൾ ഉണ്ടായിരിക്കുന്നു. മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ചൂഷണം ചെയ്യുന്നു. ദിവ്യന്മാരും ശുദ്ധന്മാരും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥനകൾ പടച്ചവനിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പണം തരുന്നു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പണം ആവശ്യമില്ല. ജനങ്ങളെ നിങ്ങളൊക്കെ ഫഖീറന്മാരാണ്, പാവങ്ങളാണ്, അല്ലാഹുവിന്റെ സഹായം ആവശ്യമുള്ളവരാണ്. അല്ലാഹു അവൻ ഗനിയ്യുൻ ഹമീദ്, ഐശ്വര്യവാൻ സുഖരഹനുമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പരസ്പരം ചേർക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു തരാൻ ഇടയിൽ ഒരാൾക്ക് പണം നൽകണം, കാണിക്ക നൽകണം, മേശപ്പണം നൽകണം, പുരാവസ്തുക്കൾ നൽകണം എന്നത് അല്ലാഹുവിന്റെ ദിവ്യവാദത്തിനെതിരായിത്തീരും, അത് കലിമത്ത് തൗഹീദിനെതിരായിത്തീരും എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ എന്നെയും എന്റെ സന്തതികളെയും നിന്നെ മാത്രം ആരാധിക്കുന്നവരാക്കി തീർക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് അനുബന്ധമായി അദ്ദേഹം ചെയ്ത 2 പ്രാർത്ഥനകൾ കൂടിയുണ്ട്. അതിലൊന്ന് അല്ലാഹു ഈ നാടിനെ സമാധാനമുള്ള നാടാക്കി തീർക്കണമേ. നാട്ടിൽ സമാധാനമുണ്ടാകണം, സുരക്ഷിതത്വമുണ്ടാകണം, ശാന്തി ഉണ്ടാകണം. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ പ്രധാന വശം പടച്ചവനെ ഈ നാട്ടിൽ ശാന്തി ഉണ്ടാകണമേ എന്നതാണ്.
രണ്ടാമത്തെ വിഷയം സുഭിക്ഷതയാണ്. ആ നാട്ടിലെ ആളുകൾക്ക് ഭക്ഷണം, അതായത് പഴവർഗ്ഗങ്ങൾ, ഫലങ്ങൾ, കായ്കറികൾ നൽകേണ്ടത് എന്നതാണ്. മനുഷ്യന്റെ ആഹാരത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കായ്കറികളും പഴങ്ങളും. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ലഭിക്കേണ്ടത്, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനം കൈവരേണ്ടത് എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായി നടക്കുമ്പോൾ നമ്മളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും സമാധാനത്തിന്റെ സന്ദേശത്തിന്റെ പ്രവാചകരാവണം എന്ന് നാം ഓർക്കുക. നാം ഒരാളല്ല ഇവിടെ ജീവിക്കുന്നത്. ഒരാൾക്ക് മാത്രം ഒരു നാട്ടിലും ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരാൾ ജീവിക്കാൻ എത്ര ആളുകൾ പണിയെടുക്കുന്നു. ഭക്ഷണം കിട്ടാൻ, വസ്ത്രം കിട്ടാൻ, പാർപ്പണമുണ്ടാക്കാൻ, ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി മറ്റുള്ളവർ പണിയെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ വെള്ളം ലഭിക്കണം, അതിന് കിണർ കുഴിക്കണം, പാത്രമുണ്ടാവണം, വെള്ളം തമ്മിലെത്തിക്കണം. ചെറുതാണെങ്കിലും ആലോചിച്ച് നോക്കൂ, എനിക്ക് ഞാൻ മതി എന്ന് വിചാരിച്ചിട്ട് വെറുതെയാണ്. എനിക്ക് കഴിയില്ല, എനിക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും പാത്രവും വാഹനവും എനിക്ക് ആവശ്യമുള്ള സർവ്വതും ഉണ്ടാക്കാൻ. അതുകൊണ്ട് സഹകരണം കൂടിയേ തീരും. ആ സഹകരണം നിലനിൽക്കാൻ എല്ലാവരും അന്യരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. ആരുടെയും അവകാശം നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഐക്യരാഷ്ട്രസഭ ലോകത്ത് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചു 1948 ഐക്യരാഷ്ട്രസഭ ഈ മനുഷ്യാവകാശം പ്രഖ്യാപിക്കുമ്പോൾ നാം നോക്കുക, എന്താ അതിൽ പറഞ്ഞത്? കുട്ടികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം, തൊഴിലാളികളുടെ അവകാശം, അങ്ങനെ ഓരോന്നിനുമുള്ള അവകാശം വെച്ചുകൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ 50-ലല്ല 48-ലല്ല 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അവരുടെ ബാധ്യതകളും അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും അത് നിറവേറ്റുന്നവരാണ് നല്ല മനുഷ്യൻ. എന്റെ ഉത്തരവാദിത്തം എന്താ? ഞാൻ ആലോചിക്കണം. എന്റെ ഉത്തരവാദിത്തം ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം, ഒരു നല്ല മകനായി ജീവിക്കണം മാതാപിതാക്കളുടെ മുമ്പിൽ, ഒരു നല്ല ഭർത്താവായി ജീവിക്കണം, ഒരു സ്ത്രീ നല്ല ഭാര്യയായി ജീവിക്കണം, നല്ല പിതാവായി, നല്ല മാതാവായി, നല്ല അയൽക്കാരനായി, നല്ല ഭരണാധികാരിയായി, നല്ല നേതാവായി, നല്ല അനുയായിയായി, നല്ല കച്ചവടക്കാരനും വ്യവസായിയുമായി, നല്ല തൊഴിലാളിയായി നമ്മൾ ഓരോരുത്തരും ജീവിച്ചാൽ അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ കരാറുകളും പാലിക്കുന്നവരാണ് എന്ന ഖുർആനിന്റെ കൽപ്പന നമ്മൾ നടപ്പിലാക്കി എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും വിട്ടുപോയില്ല. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ രാജാവോ മന്ത്രിയോ പ്രസിഡന്റോ മാത്രമല്ല. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും, നിങ്ങൾ ഓരോരുത്തരും മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ചെറുതാണെങ്കിലും നമ്മുടെ ചുറ്റും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഭരണം, ഉത്തരവാദിത്വം അത് നിർവഹിച്ചോ എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കും എന്ന് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. ഇത് നോക്കൂ, അവകാശം നിഷേധിച്ചപ്പോൾ എന്തുണ്ടായി? ചൂഷണങ്ങളുണ്ടായി. ചൂഷണത്തിന് ഒരു നിയമവുമില്ലല്ലോ. സ്വന്തം മക്കളെപ്പോലും ബലി നൽകിയിട്ട് പണം കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ അതുങ്ങൾ ചെയ്യും. സ്വന്തം ഭാര്യയെപ്പോലും അന്യന് കാഴ്ചവെക്കുന്നു. അയൽപ്പക്കത്ത് ജീവിക്കുന്ന സ്ത്രീകളെ ഉപചരിക്കുന്നു. എന്തിനാണ് ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള പെൺകുട്ടികളെ വിവാഹം മുടക്കുന്ന വിധത്തിൽ സ്ത്രീധനം ആവശ്യപ്പെടുന്നു. നടന്ന വിവാഹം നിലനിൽക്കുവാൻ ആഭരണം ആവശ്യപ്പെടുന്നു. അങ്ങനെ വിവാഹവും ജീവിതവും ദുസ്സഹമാകുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു ഭാഗത്ത് മദ്യം, മയക്കുമരുന്ന്, അഴിമതി, വ്യഭിചാരം, ലൈംഗിക ചൂഷണം, ഇതൊക്കെ അതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പരിഹരിക്കുമെന്നതാണ് പ്രശ്നം. എങ്ങനെ പരിഹരിക്കും? ഇതൊക്കെ അമാനവി അള്ളാഹുവാണെങ്കിൽ പരിഹരിച്ചോട്ടെ. അങ്ങനെ അള്ള പരിഹരിക്കുന്ന പരിപാടിയില്ല. അള്ളാഹു പറഞ്ഞത് ഒരു കൗമിനെയും അള്ള മാറ്റൂല, അവർ സ്വയം മാറാൻ തയ്യാറാവാതെ. അപ്പൊ നമുക്ക് മാറണം, നമ്മൾ തീരുമാനിക്കാം. സ്ത്രീധനം നമ്മൾ വലിയ വിപത്താണ്, അത് പോകണമോ? ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഞങ്ങൾ സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കുന്നത് കൊടുത്തോട്ടെ എന്നല്ല, അങ്ങനെയും പറയണ്ട. അതും ഒരു ദുരാഗ്രഹമാണ്. കിട്ടാൻ വേണ്ടി പറയാതെയുള്ള പറയല. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീധനം ആവശ്യപ്പെടില്ല, ആഗ്രഹിച്ചില്ല,
എന്റെ ഭാര്യയ്ക്ക് ആവശ്യമായ സൗന്ദര്യം ഞാനാണ് നൽകുന്നത് എന്ന നിലയ്ക്ക് നമ്മളൊന്ന് വരാം. കോഴിക്കോട് പ്രദേശമാണ് പരിസരത്ത് മുഴുവനും ഇസ്ലാമികമായ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും നന്മകളും കൊണ്ടുവന്നത്. ഇവിടെ ഉണ്ടാകുന്ന തിന്മകളും ഗ്രാമങ്ങളിലേക്ക് പകരും, നന്മകളും ഗ്രാമങ്ങളിലേക്ക് പകരും. അതുകൊണ്ട് നാം തീരുമാനിക്കുക, വിവാഹിതരായിട്ടില്ലാത്ത പുരുഷന്മാർ തീരുമാനിക്കുക, ആൺകുട്ടികൾ വിവാഹം ചെയ്യാനുള്ള രക്ഷിതാക്കൾ, മാതാവും പിതാവും അമ്മാവനും ബന്ധപ്പെട്ടവർ തീരുമാനിക്കുക. ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ മറ്റൊരുത്തൻ കഷ്ടപ്പെടരുത്, മറ്റൊരാൾ യാചിക്കാൻ കാരണമാവരുത്, മനുഷ്യർക്ക് നന്മയ്ക്ക് നൽകേണ്ട പണങ്ങളൊക്കെ ഇതിൽ കൂടെ നശിച്ചു പോകരുത് എന്ന് തീരുമാനം എടുക്കേണ്ടതാണ്. ആർഭാടമാണ് നമ്മെ പ്രയാസപ്പെടുത്തുന്നത്. നമുക്കാർക്കും പണം മതിയാവുന്നില്ലല്ലോ. എന്താ വിഷയം? അത്യാവശ്യം വയറ് നിറയാനുള്ള ഭക്ഷണവും നാണം മറക്കാനുള്ള വസ്ത്രവും കലകായ്ക്കാനുള്ള ഒരു കിടപ്പാടും അതാണല്ലോ അടിസ്ഥാനം. അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ആർഭാടങ്ങളും ദൂർത്തുകളുമാണ് ആളുകൾക്ക് ജീവിതം ദുസ്സഹമാക്കി തീർത്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. മാതാപിതാക്കളെയും മക്കളെയും സംബന്ധിക്കാൻ പറഞ്ഞു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുറിച്ചു വേർപ്പെടുത്താൻ കഴിയാത്ത ഒരു ബന്ധമാണല്ലോ. ഇതെന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ മകൻ എന്താതാവും? ഞാനെന്റെ വാപ്പയല്ലാതെ എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേർപ്പിക്കാൻ കഴിയുമോ? മറ്റു പല ബന്ധത്തിൽ നീന്റെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞാൽ ശരി, അതോടുകൂടി സ്നേഹബന്ധം നിർത്തി. മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം തീരുന്ന ബന്ധമല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടുമുള്ള ബാധ്യത ഇതുപോലുള്ള അവസരത്തിൽ നമ്മൾ ഓർക്കണം. എത്രയെത്ര രക്ഷിതാക്കൾ അവർക്ക് മക്കളുണ്ട്, പക്ഷേ മക്കൾ സംരക്ഷിക്കുന്നില്ല. എന്നോട് അടുത്ത് പെയിൻ പാലിയേറ്റീവ് കെയർ പരിപാടിയുമായി പോകുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ ഒഴിവ് ദിവസങ്ങളിൽ വീടുകളിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ദീർഘകാലം രോഗമായി കിടക്കുന്ന രോഗികളെ സാന്ത്വനപ്പെടുത്താൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരെ കുളിപ്പിക്കാൻ, ഒഴിവ് വെച്ചുകെട്ടാൻ ഞങ്ങൾ പോകാറുണ്ട്. എന്നിട്ടോ ഇപ്പൊ ആ രോഗികളായ രക്ഷിതാക്കൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ മക്കളില്ലാതെ ഇതൊക്കെ ഒരു വന്ന് ചെയ്യാറുള്ളതാണ്. ഒരിതും കൂടില്ല. പാപ്പനെ കുളിപ്പിക്കാൻ, ഉമ്മനെ കുളിപ്പിക്കാൻ, മൊഴി വെക്കാൻ സെയിം പാലറ്റിന്റെ ആൾക്കാർ നാളെ വരുന്നതാണ്. ഇത് മക്കളാണോ? മക്കൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും വാപ്പ മരിച്ചുപോയാൽ എങ്ങനെ ഉണ്ടാകുന്നു, ഉമ്മ മരിച്ചുപോയാൽ എങ്ങനെ ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതോടുകൂടി നിൽക്കും. നിങ്ങളെ കാണാൻ ആൾ വരില്ല, നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ ആളുണ്ടാവില്ല, ഞാൻ ഇയാളെ മോനാന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് മാതാപിതാക്കളെയും മക്കൾ മാതാപിതാക്കൾ എങ്ങനെ നോക്കണം പറയാം. കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ച് അവരെ സംരക്ഷിക്കുക. അതുപോലെ ഒരു വാക്ക് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞതാണത്. എന്താ പറഞ്ഞത്? കാരുണ്യത്തിന്റെ ചിറക്. ഒരു തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷികളെ മറ്റ് കരുതിൽ നിന്നോ കൈകളിൽ നിന്നോ രക്ഷിക്കാൻ എന്താ ചെയ്യുക? കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചിറകിനുള്ളിലാക്കിയിട്ട് സംരക്ഷണം കൊടുക്കും. ഇതാണ് ഖുർആൻ മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് വെറുപ്പുള്ള ഒരു വാക്ക് പറയരുത്, വെറുപ്പുള്ള വാക്ക് പറയരുതെന്ന് ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോഴാണ്. അപ്പൊ പ്രായമായിട്ടില്ലാത്ത യുവാവായ മാതാവോ പിതാവോ അവരോട് വെറുതെ പറയാൻ വേണം അല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ പറയുന്നത് പ്രായമായി വരുമ്പോൾ വാപ്പ പറയുന്നത് മക്കൾക്ക് ഇഷ്ടമില്ലാതെ ആവും. പല ജനറേഷൻ ഗ്യാപ്പുണ്ട്. ഞാനിരുന്ന വസ്ത്രമല്ലല്ലോ എന്റെ വാപ്പട്ടിരുന്നത്, വ്യത്യാസമുണ്ട്. ഇനി ഞാനെന്റെ മകനോട് ഞാനിരുന്ന വസ്ത്രം ധരിക്കണമെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. ജനറേഷൻ ഗ്യാപ്പ് വലുതാണ്. ഇപ്പൊ വാപ്പയും ഉമ്മയും പ്രായമായി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പലതും പറയുന്നത് വരും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ലോകവും കാലവും വേറെയാണ്. അങ്ങനെയായാലും അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്ക് പറയരുത്. വലാത്തഹുമ അവരെ വെറുക്കരുത്. നല്ല വാക്ക് പറയണം പാപ്പനോട് ഉമ്മാനോട്. മക്കൾ മനസ്സിലാക്കണം. ഒരു മാതാവിനും പിതാവിനും ഏറ്റവും ആവശ്യം മക്കൾ എപ്പോഴാണെന്നറിയാം? അവസാന കാലത്ത്. ഇപ്പോഴാണെങ്കിൽ ഓടിക്കോളും, പൈസയുണ്ട്, വാഹനമുണ്ട്, പഠിക്കാനും ഒക്കെ ഉണ്ട്. അവസാനം മക്കളെ ആഗ്രഹിക്കുന്ന മക്കളെ കാണാൻ കൊതിക്കുന്ന സമയം വരും. എന്നിട്ട് കാണാൻ വരാത്ത ആളുകൾക്ക് വേണ്ടി മണിക്കൂറുകളോളം മയ്യത്ത് വെച്ച് നമസ്കാരം ചെയ്യിപ്പിക്കുന്ന അവസരവും നമ്മുടെ നാട്ടിലുണ്ടാകുക. ആ മക്കളാണ്. അവർക്ക് മാതാപിതാക്കളോട് ബന്ധമുണ്ടോ? അവരെന്തെങ്കിലും അതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. സ്ത്രീകളെ കുറിച്ച് നിശ്ചലമാകുന്ന ഹജ്ജത്തിൽ ഒരാളുടെ പ്രസംഗത്തിൽ പ്രത്യേകം പറയും. ഞാനിത് പറയുന്നുണ്ടെന്ന്, ഇന്ന് സ്ത്രീ വിമോചനത്തിന്റെ കാലമാണ്. സ്ത്രീകളുടെ അവകാശം, വനിതാ ബില്ല്, വനിതാ കമ്മീഷൻ, ലോകാടിസ്ഥാനത്തിൽ പെണ്ണുകളുടെ സംരക്ഷണത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. എവിടെ എത്തുന്നില്ല എന്നുള്ള വേറെ വിഷയം. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്റെ ഉപദേശം സ്വീകരിക്കുക. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്റെ ഉപദേശം സ്വീകരിക്കുക.
മരിക്കുന്നതിന്റെ ഒട്ടുമുമ്പ് വിളിച്ചു പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നിങ്ങൾ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ ഇതിന്റെ കാര്യം? എന്നും അങ്ങനെ തന്നെയാണ്. ഇന്നമാ അഹത്തുമോഹുന്ന വിക്കലിമത്തില്ല. നിങ്ങൾ അള്ളാന്റെ പേരിലാണ് അവരെ ഏറ്റെടുത്തത്. അവരല്ലോ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ അവരെ രക്ഷിതാവ് വരനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പടച്ചവന്റെ പേരില്ല, അള്ളാനെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷികളെ വെച്ചുകൊണ്ട് പറയാം. അപ്പൊ പടച്ചവനും ഈ ബന്ധവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് എന്നറിയണം. സ്ത്രീകൾ ഇസ്ലാമിൽ മോശക്കാരല്ല, അവർ വലിയ സ്ഥാനം. ആദ്യമായി ഈ വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ വനിതയാ. ഇസ്ലാമിലെ ആദ്യത്തെ ശരീരം സുമയ്യ ബീവി, അവർ വനിതയാണ്. മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. ഇതിനായി അഖബയിൽ വെച്ച് കുറേ സഹാബിമാർ, ആ സഹാബിമാർ നബിയോടൊപ്പം നിൽക്കും, ഈ വിശ്വാസം ഏറ്റെടുക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് ഉമ്മു അമ്മാറ, ഒന്ന് ഉമ്മു മനിയ. ആലോചിച്ച് നോക്കി, ഇതൊക്കെ തുടക്കകാലമാണ്. അത് മാത്രവുമല്ല, റസൂലുള്ളാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ദീനിനെ നിങ്ങൾ ഈ മഹിളാ രക്തത്തിൽ നിന്ന് പഠിക്കുകയും എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകൾക്ക് കുറവില്ല, അവർക്ക് അവകാശം നൽകി, അവർക്ക് സ്വാതന്ത്ര്യം നൽകി, അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം നൽകി, വിവാഹത്തിൽ പോലും അവരുടെ അനുവാദം വേണമെന്ന നിയമം നൽകി. ഇതൊക്കെ എന്താ സ്ത്രീ സമൂഹത്തോടുള്ള ബഹുമാനമാണ് എന്ന് നമ്മൾ അറിയണം. അതങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കാതെ നാട്ടിൽ ഒരു കമ്മീഷൻ കൊണ്ടും ഒരു നിയമം കൊണ്ടും അവർ സുരക്ഷിതരാകും എന്ന് നാം വിശ്വസിക്കേണ്ടതില്ല. ഞാൻ തുല്യ നീതിയെ കുറിച്ച് പറഞ്ഞല്ലോ. നീതി വേണം, തുല്യ നീതി വേണം. ചില ആളുകൾ, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും. അപ്പൊ അതന്നെ നമ്മൾ കാണുന്നത്. അവ എല്ലാ കാര്യവും എന്റെ രാഷ്ട്രീയക്കാർ ഗ്രാമസഭ ചേരുക. ഗ്രാമസഭ ചേർന്ന് നോക്കിയാൽ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് അവർക്ക് പശുവിനെ കിട്ടുന്നു, അവർക്ക് കിണർ കിട്ടുന്നു, അവർക്ക് വസ്തുത കിട്ടുന്നു. തുല്യനീതിയുണ്ടാവും. ഒരു ഉദ്യോഗത്തിനുള്ളപ്പോൾ അയാളുടെ ആളുകൾക്ക് അതല്ല തുല്യനീതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്സലമാവിക്കുന്ന കാലത്ത് തുല്യനീതി ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളായി. അവിടെ നിർത്തിയില്ല. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗത്തോട് നിങ്ങൾക്കുള്ള വിരോധം അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാവരുത്. നമുക്ക് പല വിരോധവും ഉണ്ടാകല്ലോ. രാഷ്ട്രീയ വിരോധം, മതവിരോധം, കക്ഷി വിരോധം, ഗ്രൂപ്പ് വിരോധം, പല സംഘടനാ വിരോധം, പലതും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്കൊരു വിഭാഗത്തോടുള്ള വിരോധം അവർക്ക് കിട്ടേണ്ട അവകാശം, നീതി കൊടുക്കാതിരിക്കാൻ കാരണമാവരുത്. എഴുതിയു നീതിമാന്മാരാവുകയും അതാണ് കാരുണ്യത്തോട് ഏറ്റവും, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. തഖ്വയുള്ളവരായിരിക്കുക. അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നവരാണ്. മനുഷ്യർക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചാൽ എന്താകും? നിഷേധിച്ചാൽ വിപ്ലവം വരും, കുഴപ്പമുണ്ടാവും, ഇൻഖിലാബാകും. അത് കുടുംബത്തിലുണ്ടാവും, അയൽപ്പക്കത്തുണ്ടാവും, ഗ്രാമങ്ങളിലും നാട്ടിലുണ്ടാവും, രാഷ്ട്രങ്ങളിലും വരും. ഇപ്പൊ ലിബിയയിൽ, സിറിയയിൽ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് നോക്കുക. എന്താ പ്രശ്നം? ജനങ്ങൾക്കുള്ള അവകാശം നിഷേധിക്കുമ്പോൾ ജനങ്ങൾ അവകാശത്തിന് വേണ്ടി ആഗ്രഹിക്കും. അതിനുവേണ്ടി നടക്കുന്ന പലരും വഴിവിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ജാതി മത കക്ഷി ഭേദമന്യേ നീതിമാന്മാരായി ജീവിക്കാൻ സാധിക്കണം. നീതി നടപ്പിലാക്കുമ്പോൾ വിട്ടുവീഴ്ച വേണ്ടി വരും. വിട്ടുവീഴ്ച എന്നത് പരാജയമല്ല, ക്ഷീണമല്ല. വിട്ടുവീഴ്ച എന്നത് ദുർബലതയല്ല, ശക്തിയാണ്. പോലെ വിട്ടുവീഴ്ച ചെയ്ത ആളെ കാണാൻ സാധിക്കും. ഹുദൈബിയ സന്ധി എല്ലാവരും പറയില്ലേ? ഹുദൈബിയ സന്ധി ഒറ്റവാക്കി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്താണത്? മക്കയിലെ ജനങ്ങൾ നബി സഹാബിമാരെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ പൊറുമുട്ടിച്ചപ്പോൾ അല്ലാഹു തആലയുടെ അനുവാദത്തോടുകൂടി മദീനയിലേക്ക് പോയത. അത് അവരുടെ വീടും അവരുടെ ബിസിനസ്സും സ്ഥാപനങ്ങളും അയൽക്കാരും കുടുംബങ്ങളും ഒക്കെ മക്കയിലാണ്. മക്കൾ പലരും മക്കയിൽ, ഭാര്യ മക്കയിൽ, ഭർത്താവ് മക്കയിൽ, അങ്ങനെ മാതാപിതാക്കൾ മക്കയിൽ എല്ലാം വിശേഷിച്ചുകൊണ്ട് ഇമാനം കൊണ്ടുപോയതാണ് മക്കയിൽ മദീനയിലേക്ക്.
വിശ്വാസം മാത്രമാണ് കൈകളിൽ, വേറെ ഒന്നുമില്ല. ആ ആളുകളുടെ സ്വപ്നമായിരുന്നു മക്കയിൽ വന്ന് ഉംറ ചെയ്യണം കൊല്ലങ്ങളോളം അവർ ആഗ്രഹിച്ച് വാക്കി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അനുവാദം വന്നു, നിങ്ങൾ പോയി ഉംറ ചെയ്തു കൊള്ളുക. റസൂലുള്ളാഹി അലൈഹി വസല്ലം സഹാബിമാരും അങ്ങനെ മക്കയിലേക്ക് വരുന്നു. 10,000 ആളുകൾ കരുതിയെത്തിയ ഇഹ്റാമിൽ മക്കയിലെത്തില്ല. മക്കയുടെ കവാടം ഹുദൈബിയ, ഇന്ന് സുമൈസി എന്നറിയപ്പെടുന്ന മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെക്ക് പോസ്റ്റുള്ള സ്ഥലം 35 കിലോമീറ്റർ അവിടെ മക്കയിലേക്കുള്ളൂ. നടക്കുന്നതിന് നോക്കിയാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് അവിടുന്ന് നോക്കിയാൽ കാണുമ്പോൾ 35 കിലോമീറ്റർ മാത്രമുള്ള ആ സ്ഥലത്തെത്തിയപ്പോൾ കുറേശികൾ അവരുടെ നേതാക്കന്മാർ ആകെ അങ്കലാപ്പിലായിക്കൊണ്ട് വന്നു. പറഞ്ഞു, മുഹമ്മദെ നമുക്കൊരു സന്ധി ചെയ്യാം, നമ്മളൊരു മറ്റുകാരുടെ കുടുംബക്കാരൊക്കെ ഇതിനെ കലഹം വേണ്ട. അവരുണ്ടായിട്ട് നിസ്സംഗം ആക്രമിക്കാൻ വരുന്നതാണ്. ഇതെന്ത് വേണം? ഇപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോവാ, ഇവിടെ നിന്ന് ഇഹ്റാം ഉപേക്ഷിച്ച് ഉംറ ചെയ്യാതെ തിരിച്ചു പോവാം. കേട്ടോ, അടുത്ത കൊല്ലം ഞങ്ങൾ അനുവദിച്ച രൂപത്തിൽ സമാധാനത്തിൽ വന്ന് ഉംറ ചെയ്യാം. എന്നിട്ടോ അടുത്ത 10 കൊല്ലം നമുക്കിടയിൽ കലഹമുണ്ടാകില്ല, രക്തം ചൊല്ലില്ല, യുദ്ധമുണ്ടാകില്ല, ഒരു കരാറുണ്ടാക്കാമെന്ന്. റഹ്മത്തുൽ ആലമീൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച അല്ലാഹു നിശ്ചയിച്ച പ്രവാചകൻ, അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. എന്താ ഓഫർ? ഇക്കൊല്ലം തിരിച്ചു പോകണം, 10 കൊല്ലം വന്നാൽ മതിയല്ലോ. ഇതെന്താ ഓഫർ? 10 കൊല്ലക്കാലം ഇവിടെ കലഹിക്കാതെ, രക്തം കിട്ടാതെ, യുദ്ധം ചെയ്യാതെ ജീവിക്കാം. അതേ വലുത്. അതേ തീരുമാനിച്ചു നമ്മൾ ഇഹ്റാം ചെയ്യാൻ. പറഞ്ഞു മതി, ഇനി എല്ലാവരും തിരിച്ചു പോകാൻ. ആരും മാറുന്നില്ല, ആരും മുടിയടിക്കുന്നില്ല, ആരും വസ്ത്രം മാറുന്നില്ല. ഒരു ചരിത്രത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ട് ഉടനെ സഹാബത്ത് ചെയ്യാതിരുന്ന ഒരു സംഗതി ഇത് മാത്രമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, എന്താ ചെയ്യുക, അവർ കേൾക്കുന്നില്ലല്ലോ. അവർ പറഞ്ഞു, പ്രവാചകരെ നിങ്ങളുടെ കാര്യം ചെയ്യും, നിങ്ങൾ മുടിയടിക്കാം, നിങ്ങൾ വസ്ത്രം മാറിയെന്നാൽ അവർ ചെയ്തോളൂ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തഹല്ലുലായി മുടിയെടുത്തു, വസ്ത്രം മാറി, ഇഹ്റാം ഒഴിവാക്കി, എല്ലാവരും അങ്ങനെ ചെയ്തു. കരാർ എഴുതാൻ തുടങ്ങി. എഴുതല്ലേ കരാർ, 2 കൂട്ടരും ഇരുന്ന് കരാർ എഴുതുമ്പൊക്കെ നമ്മൾ കാണിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ എഴുതാൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യകനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അവർ പറഞ്ഞു അത് എഴുതാൻ പറ്റില്ല, അത് ഖുർആൻ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റഹ്മാനും റഹീമായ അല്ലാഹു, ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പൊ റഹ്മാനാണോ അല്ലെ തർക്കണ്ടായിട്ടല്ല, അവരുണ്ടല്ലോ ഓരോരുത്തർക്ക് ഓരോ ടേംസ് വാക്കുകളൊക്കെ ഉണ്ടായാലും ഈ കൂട്ടർ ഇങ്ങനെ പറയും, ആ കൂട്ടർ അങ്ങനെ പറയുന്നതൊക്കെ. മുഹമ്മദ് നബിയും കൂട്ടരും റഹ്മാനോ റഹീം എന്ന് പറയാതെ ഞങ്ങൾ സംഭവിച്ചില്ല. എത്രവാദിത്തം പറഞ്ഞു അതിനോട് കത്തി ചോദിക്കണ്ട, അത് മാറ്റിക്കളയും. മാറ്റിയപ്പോ വിശ്വക്കല്ലാഹും അള്ളാഹുവിന്റെ നാമത്തിൽ. അതുപോലെ ഒന്ന് സ്വഭാവത്തിൽ നിന്ന് അവരുടെ കരാറ് മാറ്റിയേ. രണ്ടാമത് പറഞ്ഞു മുഹമ്മദും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദും ഈ മക്കയിലെ കുറച്ച് നേതാക്കൾ തമ്മിൽ എഴുതുന്ന കരാർ. അപ്പോഴും റസൂല എന്താ പറഞ്ഞറിയോ, മുഹമ്മദ് റസൂലാണോ അല്ലേ എന്നുള്ള അല്ലേ മെയിൻ തർക്കം. റസൂലാണെന്ന് എങ്ങനെ വിശ്വാസം ഈ കരാറും ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അത് പറ്റില്ല, മുഹമ്മദ് റസൂലാണെന്ന് ഈ കരാറില്ല, 2 കൂട്ടർ ഒപ്പുവെക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നിസ്സംഗം പറഞ്ഞു, അതുകൊണ്ട് അവരെ തർക്കിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? മുഹമ്മദിന് അബ്ദില്ല, അബ്ദുല്ലാഹിന്റെ മോൻ മുഹമ്മദ്, ഇത് റെക്കോർഡല്ലോ, അബ്ദുല്ലാഹിന്റെ മോൻ മുഹമ്മദും മക്കയിലെ ഈ ആളുകൾ തമ്മിൽ എഴുതുന്നത്. അടുത്ത കരാറെന്താണ്? മുഹമ്മദ് നബിയുടെ കൂടെ നിന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഒരാള് തിരിച്ചു മക്കയിലേക്ക് പോയാൽ അവിടെ പുറ്റുവെക്കുക. മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് കലിമ ചൊല്ലി നബിയുടെ അടുത്തേക്ക് വന്നാലോ തിരിച്ചു പറഞ്ഞയക്കണം. ഏകപക്ഷീയത തോന്നാം. പറഞ്ഞ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ആ കരാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബൂജഹൽ എന്ന സഹാബി ഓടി വരുന്നത്. അബൂജഹൽ ഓടി വരുന്നത് കൈകാലികളിൽ ചങ്ങലകളുണ്ട്, രക്തപ്പാടുകളുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് തെളിവ് വെച്ച് ഓടി വരിക. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ ഞാൻ മുസ്ലിമായിട്ട് എന്നെ രക്ഷിക്കണം. പറഞ്ഞു, അബൂജഹൽ അല്ലാഹു തആല തങ്ങൾക്ക് സ്വർഗ്ഗം തരും, അത് തിരിച്ചു പോകണം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ എന്റെ കൈകാലികൾ നോക്കൂ, രക്തപ്പാടുകൾ നോക്കൂ, അവർ ഉപദ്രവിച്ചവർ, അവരെന്റെ സ്വന്തം എന്ന് അവർ ഉപദ്രവിച്ചു, അതുകൊണ്ട് എന്നോട് തിരിച്ചു പോകാൻ പറയുന്നത്. പറഞ്ഞു, അബൂജഹലെ നമ്മൾ ഇവരുമായി കരാറുണ്ടാക്കിയത് അങ്ങനെയാണ്, താങ്കൾ തിരിച്ചു പോവുക എന്നത് കരാർ പാലനത്തിന് ആവശ്യമാണ് എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞുകൊണ്ട് ആദ്യ പ്രമുഖർ അകമ്പടിയായി മക്കയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഇങ്ങനെ ഒരു സംഗതി മുതലായി സംഭവിച്ചു എന്നൊരു കരാർ പാലിക്കാൻ നമുക്കറിയോ? നമുക്ക് സാധ്യതയല്ല. ഭരണകൂടങ്ങൾ പ്രയാസപ്പെടുക. ഇന്ന് ഞങ്ങളാണ് ഈ ഗവൺമെന്റ് ബുക്ക് ചെയ്തത്, ശരി അല്ല, ഞങ്ങൾക്കും പോലീസ് പാർട്ടിയായിരുന്നു അവിടെ പ്രസംഗിച്ചോളാൻ അവസാനം ഒക്കെ അങ്ങ് നടന്നോളൂന്ന് വെച്ചിട്ടാണ്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നാളെ കേൾക്കാൻ പറ്റും.
പറ്റും, ഞാൻ നാളെക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് അപ്പുറത്തെ സ്ഥലത്താക്കാൻ പറ്റും, അത് ഞങ്ങൾക്ക് പറ്റില്ല. എത്രയോളം പറഞ്ഞ അടുത്ത ഒന്നോ വന്നോളാണ്. നാളെ ഇതിന് അപ്പുറത്തുള്ള നിൽക്കണമെന്നൊന്നുമല്ല. ഇത് നമ്മൾ പറയുന്നത് ഒരർത്ഥവുമില്ല, കാരണം ഇതൊന്നും അഖീദയും ഈമാനും ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളും മാറ്റിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയല്ല. മനുഷ്യ സമാധാനത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി ഉള്ള ഒരു നീക്കുപോക്കുകളാണ്. ഇപ്പൊ നോക്കൂ, സന്തോഷകരമായ കാര്യം, ലോകത്ത് മുസ്ലിങ്ങളൊക്കെ അറഫയിൽ എത്തിച്ചുകൂടാ 30 ലക്ഷം ആളുകൾ. അവരാരാണ്? അവര് ഷാഫി മദ്ഹബുകാര്, ഹനഫി മദ്ഹബുകാര്, വേറെ മദ്ഹബുകാര്, മദ്ഹബില്ലാത്ത ആളുകൾ എല്ലാവരും ഒരു ഇമാമല്ലേ ലോകത്ത്, ഒരൊറ്റ ഇമാം. ആ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത്. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കറുത്തവരും വെളുത്തവരും, അതുപോലെ അറബികളും അനറബികളും എന്തെല്ലാം വ്യത്യാസം. മക്കൾക്ക് പോയാൽ നമുക്കൊക്കെ ഒറ്റ ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കാം, ഒരേ ദിവസം അറഫയിൽ നിൽക്കാം, എല്ലാ മയ്യത്തും മയ്യത്ത് നിസ്കരിക്കാം, എല്ലാവരും പരസ്പരം കൈ കോട്ടു പിടിച്ചുകൊണ്ട് സലാം പറയാം. അവർ നാട്ടിലെത്തുമ്പോഴേക്ക് നിങ്ങൾ സലാം പറയാൻ പറ്റുമോ? ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഈ ഇമാമിനെ തുടരാൻ പറ്റും? ഇതിനായിപ്പോകുന്നത് എന്താ? ഞാൻ അള്ളാഹുവിന് ആയിരത്തെ സ്ഥിതി പറയാം. ഇവിടെ കോഴിക്കോട്ട് 56 വർഷമായി ഇവിടെ നമ്മൾ ഈദ്ഗാഹ് തുടങ്ങിയിട്ട് 56 വർഷം. ഞാൻ ആദ്യം ഈദ്ഗാഹ് കണ്ടുള്ള അതിന്റെ ഭാരവാഹികളോട് 56 വർഷം. അവിടെ ഇങ്ങോട്ട് നമ്മൾ വളർന്നു, പല പ്രസ്ഥാനങ്ങളുമായി, പല വിഭാഗങ്ങളുമായി ഈദ്ഗാഹുകൾ പലതായി. അൽഹംദുലില്ലാഹ് ജില്ലാ ഭരണകൂടത്തിന്റെയും അത് നേതൃത്വം വഹിക്കുന്ന ജില്ലാ ഭരണാധികാരികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഇതൊരു മെസ്സേജാണ്, ഇത് ചെറിയ കാര്യമല്ല. നമ്മളിവിടെ അങ്ങനെ ചെയ്തപ്പോൾ അടുത്ത ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മക്കയിൽ അറഫയിൽ നമുക്ക് ഒന്നിച്ച് നിസ്കരിക്കാനും ഹജ്ജ് ചെയ്യാനും ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുമെങ്കിൽ ലോകമെമ്പാടും അങ്ങനെയാകണം. അഭിപ്രായ വ്യത്യാസം വലുതും ചെറുതും പരസ്പരം എതിർപ്പുള്ളതും ഒക്കെ ഉണ്ട്. അത് ശാന്തമായി ഭൈഷണികൾ, ഇന്റലക്ച്വലുകൾ കൈകാര്യം ചെയ്യുകയും ആ നിലയ്ക്ക് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിഷ്കരിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഈ വെള്ളിയാഴ്ചയിൽ കോഴിക്കോട്ട് നടക്കാൻ പോകുന്ന ഒരു വലിയ സൗഹാർദ്ദ സംഗമത്തെക്കുറിച്ച് നിങ്ങൾ പത്രങ്ങളിൽ വന്ന് അറിഞ്ഞിട്ടുണ്ടാകും. അതിനും ഒരു വലിയ മെസ്സേജ് ഉണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രമുഖ സമുദായങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് ഒന്നാണ് എന്നൊന്നിച്ചെന്ന് വിളംബരം ചെയ്യുന്നതാണ് സൗഹാർദ്ദ സംഗമം എന്ന് പറയുന്നത്. അത് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രഭാതത്തിന്റെ ആളുകളെന്ന നിലയ്ക്ക് പങ്കെടുക്കേണ്ട ആളുകളാണ് നമ്മുടെ വികാരം സൗഹാർദ്ദവും അതിനകത്ത് സമാധാനവും ഉണ്ടാകണം എന്നതാണ്. അതിനോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ദീനിന്റെ നിയമങ്ങൾ പാലിക്കണം, നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കണം, മുതിർന്ന സ്ത്രീകൾ അതിനുവേണ്ടി ഘോഷയാത്രയായി പോകുന്നത് വേണ്ടെന്ന് വെക്കണം. ദീനിന്റെ ചിത്രവട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിനും സമാധാനത്തിനും മനുഷ്യ സൗഹൃദത്തിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ആരുടെയും മുമ്പിലായി നമ്മൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഹജ്ജത്തിൻ്റെതായ പ്രസംഗത്തിൽ 10ഓളം പ്രമുഖമായ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ പോയിന്റ് അതിലൊന്ന്, നിങ്ങളുടെ എല്ലാവരുടെയും രക്തവും നിങ്ങളുടെ എല്ലാവരുടെയും ധനവും നിങ്ങളുടെ എല്ലാവരുടെയും അഭിമാനവും അത് പരിശുദ്ധമാണ്. രക്തം, അഭിമാനം, അതുപോലെ ധനം അത് കാത്തു സൂക്ഷിക്കുക. ജാഹിലി കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങൾ ഞാൻ ചവിട്ടി കാഴ്ചന്നു. പണ്ട് ജാഹിലിയ കാലത്ത് രക്തത്തിന് പകവെക്കുന്ന രൂപമുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെക്കുക. അന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പലിശയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ട പലിശ ഇതാ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ രണ്ട് കാര്യം നിങ്ങൾ വിട്ടുപോകും, അത് മുറിയപ്പിടിക്കാൻ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്ത്. നിങ്ങളോട് ചോദിക്കും അല്ലാഹു ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ താങ്കൾ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയും എന്ന് അവർ പറഞ്ഞപ്പോൾ അല്ലാഹു നീ സാക്ഷി ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു അല്ലാഹു മഷ്ഹദ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ചെയ്ത മറ്റൊരു കാര്യം, ഒരുപാട് വിഷയങ്ങളിലെ തെറ്റുപറ്റിയ ആളുകൾ അതിലൊക്കെ അതായത് കല്ലെറിഞ്ഞ ശേഷമാണ് ബലിയറിക്കേണ്ടത്, അതിനുശേഷമാണ് മുടിയറിക്കേണ്ടത്, അതിനുശേഷമാണ് തവാഫ് ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ശരിയായ കാര്യം. ഒരാൾ വന്ന് പറഞ്ഞു വലിയ കല്ലെറിയുന്നതിന് മുമ്പ് മുടിയെടുത്തു പോയി ആഹാരം ആരെല്ലാം ചെയ്താൽ. ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ
മുടിയെടുത്ത് ഞാൻ ദൈവമാക്കുന്നതിന് മുമ്പ് മുടിയെടുത്തു പോയി ഉദാഹരണ ഇത്തരം സമീപനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ക്ഷേമവും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇതുപോലെ സമത്വവും സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മിറ്റികളുടെ ഏറ്റവും ആദരണീയരായ ഭാരവാഹികൾ ഈ സന്ദേശം നിലനിർത്തുന്നതിന് എല്ലാ വിഭാഗങ്ങളിലും ആ സന്ദേശം എത്തിക്കണം. ഇതിന്റെ അപ്പുറത്തേക്ക് എത്തുമോ എന്ന് കഴിയാൻ നോക്കണം. ഇതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു ഈദ്ഗാഹിൽ പാലക്കാട് പൊക്കോയെ കണ്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും മുജാഹിദ് പണ്ഡിതനായിരുന്ന ആദരണീയനായ PT അബ്ദുൽ ഗഫൂർ മൗലവി പൊതുവ നടത്തുകയും ചെയ്തിരുന്നു എന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അബ്ദുൽ ഗഫൂർ മൗലവിയോട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മരിക്കുന്നത് എന്നോട് തന്നെ പറഞ്ഞതാണ്. എങ്കിൽ നമ്മൾ എത്തേണ്ടത് ഈദ്ഗാഹിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഒരുമിച്ച് ചേരുന്ന വിധത്തിലാണ്. അതിനെന്തെല്ലാം നീക്കുപോക്കുകളും ക്രമങ്ങളും വരുത്തണമോ അതും കൂടി ഇപ്പോൾ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൂടി ആലോചിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങളും തെറ്റുകളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ വിഷമങ്ങളെയും അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. ഒരുപാട് സഹോദരങ്ങൾ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവർ, വളരെ ഗുരുതരമായ രോഗത്തിൽപ്പെട്ടവരൊക്കെ ഇന്ന് ഈദ്ഗാഹിൽ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സുഖം നൽകുമാറാകട്ടെ. ഇതിലൂടെ നടക്കുന്ന നമ്മുടെ കണക്ഷൻ അത് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ സംഭാവന ചെയ്യണം. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഹലാലായ നിലയ്ക്ക് കൊണ്ടുപോകാൻ, സൗഹാർദ്ദം പുതുക്കാൻ, മാതാപിതാക്കളെ ബന്ധുക്കളെയും രോഗികളെയും സന്ദർശിക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تؤاخذنا ان نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇന്നുവരെ നടന്നിട്ടില്ല ഈദ് പ്രഭാഷണത്തിന്റെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ എൻജിൻ കൈവരിക്കാനിൽ നിന്നും ലഭിക്കുന്നില്ല. എല്ലാ സഹോദരി സഹോദരങ്ങളും നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക് കവർ അത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ കലക്ഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ കലക്ഷൻ 3 ഈദ്ഗാഹ് കമ്മിറ്റികളും തുല്യമായി ജീവിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ അടങ്ങിയ ഒരു സോഴ്സ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗ്യാസ് ഓർഡർ ചെയ്തിട്ട് ഒരു എത്തിച്ചിട്ട്
ഇന്ന് പ്രഭാഷണത്തിന്റെ